ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. ആ വാർത്ത പരിശോധിച്ച ശേഷം നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. വർദ്ധിത വീര്യത്തോടെ എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം മാറണമെന്നാണ് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശമെന്ന് പി.സി. ചാക്കോ ഇപ്പോൾ അറിയിക്കുകയാണ്. എ.കെ. ശശീന്ദ്രന് പകരം തോമസ് കെ തോമസ് ആണ് മന്ത്രിയാവുക. മന്ത്രി മാറ്റം സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്നും പാർട്ടി തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും പി.സി. ചാക്കോ അറിയിച്ചു. ഞങ്ങളുടെ പാർട്ടി എടുത്തൊരു തീരുമാനമുണ്ട്. അത് ശശീന്ദ്രൻ മാറി പുതിയതായി തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. ആ കാര്യം ശ്രീ ശരത് പവാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ വേണ്ടിയാണ് ശ്രീ ശശീന്ദ്രനും ഞാനും ശ്രീ തോമസും കൂടെ മുഖ്യമന്ത്രിയെ കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ എ.കെ. സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ഏറെ നാൾ നീണ്ട കല്ലുകടി, ചേരിതിരിവ്, സസ്പെൻസ്, ഇതിനൊക്കെയാണ് ഇപ്പോൾ തിരശ്ശീല വീഴുന്നത്. പവാറാണോ ഇക്കാര്യം അറിയിച്ചത്? അങ്ങനെയെങ്കിൽ എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുന്നു. അടുത്ത ടീമായി തോമസ് കെ തോമസ് മന്ത്രിപദത്തിലേക്ക് എത്തുകയാണോ? അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയെന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല. കാരണം ഏതാണ്ട് കുറേ മാസങ്ങളായി ഇപ്പോൾ തുടരുന്ന ഈ ഒരു കാര്യം, അതായത് മന്ത്രി മാറും എന്നുള്ള കാര്യം പി.സി. ചാക്കോ ആവർത്തിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ തോമസ് കെ തോമസ് പറയുന്നു. പക്ഷേ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇതുവരെയും എ.കെ. ശശീന്ദ്രൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും 3-ാം തീയതി മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. ആ മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. കാരണം ഇപ്പോഴും ഈ അധികാര വടംവലി NCP-യിൽ തുടരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ശരത് പവാറുമായി ഈ 3 നേതാക്കളും ചർച്ച നടത്തിയെങ്കിലും, ഒന്നിച്ചിരുന്ന് മുംബൈയിൽ ചർച്ച നടത്തിയെങ്കിലും അതിൽ ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ തീരുമാനം ശരത് പവാർ അന്തിമമായി എടുക്കുമെന്നുള്ള കാര്യം അന്ന് നേതാക്കൾ അറിയിച്ചത്. എന്നാൽ ശരത് പവാർ അന്ന് ഈ നേതാക്കളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുക, പ്രത്യേകിച്ചും LDF-ന്റെ ഭാഗമായാണ് ഇവിടെ NCP നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം കൂടി ലഭിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. മുഖ്യമന്ത്രി ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ശശീന്ദ്രനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുള്ള മുന്നണി ബന്ധം ഒക്കെ തന്നെ എ.കെ. ശശീന്ദ്രനുമായി പിണറായി വിജയൻ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് അനുകൂലമാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം NCP-യിൽ കൂടുതൽ ആളുകളുടെ, കൂടുതൽ ജില്ലാ അധ്യക്ഷന്മാരുടെ എല്ലാം പിന്തുണ പി.സി. ചാക്കോ പക്ഷത്തിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള തോമസ് കെ തോമസിനും ആണ് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഏതായാലും വിട്ടുകൊടുക്കാൻ ശശീന്ദ്രനും ഒരുക്കമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ ഉപയോഗിച്ചതുപോലെ ഒരു സമ്മർദ്ദ തന്ത്രം ചെലുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും എലത്തൂർ സീറ്റിൽ MLA ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ MLA സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് LDF-ന്